അപ്പോൾ ഗോസ്റ്റിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ മാനേജർ ഗോസ്റ്റിൻ്റെ നോർത്ത് ഈസ്റ്റിൻ്റെ കരിയർ മോഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേസ്. ഇതായിട്ട് നമ്മൾ കേരള ബസ്സിൽ ഒരു ഓഫർ പോലും വന്നിട്ടില്ല. കേരള ബസ്സിനോടാണ് കേസ് അടുത്ത ഓലെ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ നിന്നാണ് കളി. യെസ്, നമ്മുടെ ഈ സീനിയേഴ്സ് ഹോം ഗ്രൗണ്ടിൽ നിന്നാണ് ഗൈസ് കളി. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ക്രിയേറ്റീവ് ക്ലബ് സീരീസ് വേണോ, ഇന്ത്യ ISL ക്രിയേറ്റീവ് ക്ലബ് സീരീസ് വേണോ, നിങ്ങൾ താഴെ കമൻറ്റ് നമ്മളെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കൊരു ഓഫർ വന്നില്ല, ആർക്കാണെന്ന് എനിക്കറിയില്ല. അഷീഖ് അക്തർ എന്നാണ് ഗൈസ് ഓഫർ. അഷീഖ് അക്തർ 150 മില്യൺ ഗൈസ് ഓഫർ ചെയ്യുന്നത്. അഷീഖ് അക്തർ എത്ര പൊട്ടൻഷ്യൽ പോകും നോക്കട്ടെ ഗൈസ്. അഷീഖ് അക്തറിനെ വിൽക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ ഞാൻ ഒരു 160 കിട്ടില്ല, ചാൻസസ് കുറവാണ്. 150 തന്നെ പിടിക്കാൻ ഗൈസ്. ഞാൻ അവിടെ വിറ്റിട്ടുണ്ട് അഷീഖ് അക്തറിനെ. എന്താ വെച്ചാൽ 28 വയസ്സായി. ഇനി നമുക്ക് ട്രെയിനിങ്ങിൽ ഇൻവോൾവ് ആയ പ്ലേയേഴ്സ് നമുക്കിത് നേരെ ഇതിനിടെ ഗൈസ് ട്രെയിനിങ്ങിലുണ്ട് ഗൈസ്. ഇൻവോൾവ് ആയെന്ന് വെച്ചാൽ തോയ്സിങ് 58 റേറ്റിംഗ് ആയിരുന്നു ഗൈസ്. വേറെ ആർക്കും അധികം ഒന്നും നടന്നിട്ടില്ല. തോയ്സിങ് എന്ന് വെച്ചാൽ 63 റേറ്റിംഗ് വരാൻ നിൽക്കുകയാണ് ചെക്കന്. ഓക്കെ, നമുക്ക് അടുത്ത കളി സ്കിപ്പ് ചെയ്യാം. ബട്ട് സ്കിപ്പ് ചെയ്യുന്നതിൽ മേജർ കളി കൊണ്ട് കേരള വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നമ്മളെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നിന്നാണ് ഗൈസ് കളി. ഓക്കെ, നമ്മളെ മെയിൻ സ്ക്വാഡ് തന്നെയാണ് ഗൈസ് അല്ലേ? മെയിൻ സ്ക്വാഡ് തന്നെയാണ്. ബൊജാഗിൻ്റെ മാത്രം ഇറക്കുന്നില്ല എന്നാണ്, വേറൊന്നുമില്ല. മെയിൻ സ്ക്വാഡ് തന്നെയാണ് ഞാൻ കളിപ്പിക്കുന്നത് ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് അറ്റാക്ക് ആരാണിത്? മുഹമ്മദ് ഐമനാണ് ഗൈസ്. മുഹമ്മദ് ഐമൻ അടിച്ച് ഗോളിൻ്റെ കൈ കൊടുത്ത് ഗൈസ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യിലേക്ക് ശരി. ഓക്കെ നമുക്കൊരു അറ്റാക്ക് ആയിട്ട് ഗൈസ്. നമ്മൾ എങ്ങനെയെങ്കിലും ഗോളാക്കണം, ഡബിൾ ചെയ്യാം ഗൈസ് ചെയ്യാനും. അപ്പോൾ തോയ്സിങ്ങള് അങ്കരതോയി നെസ്റ്റർ അൽബേസിലേക്ക് ഒരു ബോൾ, ഷുവർ ഗോളാണ് ഗൈസ്. ഓക്കെ, നെസ്റ്റർ അൽബേസ് തോയ്സിങ്ങിൻ്റെ അസിസ്റ്റിലൂടെ നെസ്റ്റർ അൽബേസ് മിന്നും ഗോൾ അടിച്ചു ഗൈസ്. ടോപ്പ് കോർണർ. കേരള ബ്ലാസ്റ്റേഴ്സ്. ഓക്കെ, നമ്മുടെ ഹിരാമോണ്ടിൽ വന്ന് അടിച്ച് തെറിച്ചു. എന്താ ചെയ്യുക, നമ്മളെ ചെക്കൻ പണ്ട് പവറാണ്. ഓക്കെ ഹാഫ് ടൈം ആണ്. ഹാഫ് ടൈം ആയിട്ടുണ്ട്. നമുക്ക് ആർക്കും ചാൻസ് കൊടുക്കണോ? ഗുർമീത് സിംഗിന് ചാൻസ് കൊടുക്കണം. അടുത്ത കളി ചാൻസ് കൊടുക്കാം ഗൈസ്. ഗുർമീത് സിംഗിന് എന്താ വെച്ചാൽ കുറേ കാലം കളിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചും കഴിഞ്ഞിട്ട് ഓരോരുത്തർ മാറ്റാം ഗൈസ്. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതുവരെ ആർക്കും ഒരു ചാൻസ് ഇല്ല. നമ്മളൊരു ഗോൾ അടിച്ചു, ഒരിക്കൊരു 2 ചാൻസ് കിട്ടി. അത് നമ്മൾ ഡിഫൻസ് വന്ന് ക്ലിയർ ചെയ്ത് ഗൈസ്. അതുപോലെ ഇനി കുറേ സൈനിങ് വേണോ വേണ്ടയോ നിങ്ങൾക്ക്? ഓക്കെ, നമുക്കൊരു അറ്റാക്ക് ഇനിയും കുറച്ചുകൂടി സൈനിങ്സ് വേണോ കാര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇക്കളി നമുക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്. യെസ്, ഇന്ന് വൈകുന്നേരം തന്നെ എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഈ ഫുട്ബോളിന് എസ്സിൻ്റെ വീഡിയോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിംസിൻ്റെ വീഡിയോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പറയുന്ന നേരം കൊണ്ട് തന്നെ ഒരിക്കലും അറ്റാക്ക് കിട്ടി നമ്മൾ ക്ലിയർ ചെയ്ത് എങ്ങനെയല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും ഒരു ചാൻസ്, അവർക്കൊരു ഇപ്പോൾ ചാൻസ് കിട്ടിയിട്ടേ ഉള്ളൂ. അഷീഖ് അക്തറിൻ്റെ ഒരു നമുക്ക് തോന്നിയാൽ പോകുന്നുണ്ട് അത്ര. ഓക്കെ, നമ്മളെങ്ങനെ 2-0 കേരള ബ്ലാസ്റ്റേഴ്സിനെ കീഴടക്കിയിരുന്നു. തോയ്സിങ് മാൻ ഓഫ് ദ മാച്ച് ക്ലൈം ചെയ്തു. ആൻഡ് ഫസ്റ്റ് നമ്മളെ നോർത്ത് ഈസ്റ്റാണ് അൺബീറ്റൺ ആണ് ഗൈസ്. നോർത്ത് ഈസ്റ്റ് 29 മാച്ചസ് അല്ല 29. തോയ്സിങ് 15 ഗോള്, 10 ഗോള് ഗൈസ്. ക്വാമി പെപ്രയാണ് ഗൈസ്. നമ്മളെ നെസ്റ്റർ ആൽബേസ് ഉണ്ട് ഗൈസിൻ്റെ അത്. ഓക്കെ, നെക്സ്റ്റ് കളി ഹൈദരാബാദിനോടാണ്. നമ്മളെ ഹോം ഗ്രൗണ്ടാണ്. നമുക്ക് കളിച്ച് നോക്കാം. തോയ്സിങ് ഒരു 2 ഗോൾ അടിച്ച് ഗൈസ്. അൺബീറ്റൻ്റെ ഇത് പോയി ഗൈസ്, പദവി പോയി ഗൈസ്. പഞ്ചാബിനോട് തന്നെ തോറ്റ് ഗൈസ്. മുക്കാൽ മെൻഷൻ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ അൺബീറ്റൻ പദവി പോയിരിക്കുന്നു ഗൈസ്. ഒരു കളിച്ചാൽ മതിയേനും. തോയ്സിങ് 16 ഗോളിലേക്ക് മേലോട്ട് പോന്നിട്ടുണ്ട്. പക്ഷേ ജോർജ് ദേസും എനിക്ക് തോന്നുന്നത് ദിമിത്രിയസ് നമ്മളെ പിടിക്കുന്നതാണ് ഗൈസ്. ക്വാമി പെപ്ര 2-ലുണ്ട് ഗൈസ്. ക്വാമി പെപ്ര കിടിലം പ്ലേ. ഓക്കെ, നെക്സ്റ്റ് കളി ഹെവേ ഗ്രൗണ്ടായ മോഹൻ ബഗാൻ്റെ ഹെവേ ഗ്രൗണ്ടിലാണ് ഗൈസ് കളി. അർഷേഖ് നമ്മുടെ ഓരോ ഫോമർ പ്ലേയേഴ്സ് കുറച്ച് ആൾക്കാരുണ്ട് ഗൈസ് നമ്മുടെ അടുത്ത്. ആരെല്ലാനോ
നമ്മുടെ അഹമ്മദി നഴ്സിംഗ് വരെ ഏതോ ഒരു സീസണിൽ കളിച്ചിരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഓലെ ഹോം ഗ്രൗണ്ടിലാണ് ഗൈസ്, സ്കോട്ട്ലേക്ക് സ്റ്റേഡിയം. ഓക്കെ, TK ഫസ്റ്റ് ചാൻസ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ കളി നമ്മൾ തോക്കാൻ ചാൻസ് ഗൈസ്. ഓ ജെയ്സൺ കമ്മിങ്സ്, ജെയ്സൺ കമ്മിങ്സിന് വേഗം തിരിയും ഗൈസ്. മുടിമൊത്തം വെള്ളമല്ലേ, കളിയാക്കല്ലേ ഗൈസ്, അങ്ങനെ പറഞ്ഞതാണ്. ഒരു ഗോൾ അടിച്ച് ഗൈസ്, റെക്കോർഡ് ചെയ്യാൻ മറന്നു ഗൈസ്. ഒരു ഗോൾ അടിച്ച്. ഓക്കെ, നമുക്കൊരു ചാൻസ്. ആരാണിത്? യെസ്, പാർത്തിക് ഗോഗോയ്. ചെറിഫിൻ്റെ ഒരു ലോങ് റേഞ്ച് അല്ല, ചെറിഫല്ലേ, ചെറിഫ് പാസ് ഇട്ട് കൊടുത്താണ് ഗൈസ്. ആൻഡ് 1-1 എട്ടിക്ക് അഗെയിൻ. ഓ സീനാണ് ഗൈസ്, തീപ്പാറുന്ന കളി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ക്ലിയർ ചെയ്തു. നമ്മൾ എപ്പോഴത്തേക്കാണ് ഗൈസ് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകുക എന്ന് നമുക്ക് അറിയില്ല. ഇത് ഓരോന്നുള്ള ഓഫറൊക്കെ വരണം ഗൈസ്. അതാണ് ഒരു ലോങ് റേഞ്ച്. ഓ ബ്രില്യൻറ്റ് ഗോൾ ബൈ ചേച്ചി. ആൻഡ് എനിക്ക് എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ TK കപ്പിൽ തന്നെ ഇപ്പം തന്നെ തിരിച്ചടിക്കാൻ ചാൻസുണ്ട്. നമുക്ക് അൽബിയച്ചിനെ മാറ്റാൻ കേസ്. അൽബിയച്ച് ഇപ്പം കളിക്കുന്നില്ല, നല്ല കളിയില്ല. അപ്പം നമുക്ക് അൽബിയച്ചിനായിരിക്കും അദാമ ബോജാഗിനെ എടുക്കാം കേസ്. രണ്ടാൾക്ക് ഒരേ വയസ്സാണ് കേസ്. രണ്ടാളും കിട്ടുന്ന പ്ലേയേഴ്സാണ് കേസ്. പൊട്ടൻഷ്യൽ ഉണ്ട് കേസ്. TK ഞാൻ പറഞ്ഞില്ല, TK തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ നല്ല അടിക്കാൻ ചാൻസ്. ഗ്ലാൻ മാർട്ടിൻ്റെ സീരിയസ് ഗ്ലാൻ മാർട്ടിൻ്റെ മുടി കണ്ടായിരുന്നു പറഞ്ഞത്. ഓക്കെ, ഒരു ചാൻസ് പോലും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, TK മുഹമ്മദ് ചാൻസ്. ഓ ഞാൻ വെച്ച് ഈസിയാണ്, ബട്ട് ഓ നമുക്കൊരു ചാൻസ്. ഇതെന്തായാലും നമുക്ക് റോളാക്കണം, അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ ചാൻസ് ഉണ്ട്. ചെറിഫ് സിഡിക്കി ചെറിഫ് നമ്മൾ ഇന്നത്തെ സൈനിങ് ആണ്. ഭയങ്കര സ്പീഡ് പ്ലെയറാണ് ചങ്ങായി. പാസ് കൊടുക്കുക ബോജാങ്. അതാണ് ഞാൻ ഷോട്ട് കൊടുത്തു. സുഖമായിട്ടടിക്കാൻ പറ്റുന്ന ഗോളാണ് ബോജാങ്. ആ കീപ്പർ അവസാനിച്ച ചാൻസ്. ആ കീപ്പർ ഡൈവ് ചെയ്യുക വരെ ചെയ്ത് ഗൈസ്. വിശ്വസിക്കാനൊന്നുമില്ല. ബോജാങ് അലക്സജി ഫസ്റ്റ് ഗോളാണ് ഗൈസ് അലക്സജീൻ്റെ. അതൊരു ഡിഫൻഡർ കയറി വന്നൊരു ഒരു സീന് ഗോൾ ഗൈസ്. മാൻ ഓഫ് ദ മാച്ച് ആർക്കാണ്? അലക്സജിക്കാണ് ഗൈസ്. സീൻ സെറ്റ് തന്നെ. ജോബ് ഓഫർ വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവണേ. ഹൈദരാബാദിൽ നിന്നും ATK ഒരു കിണ്ണ ഓഫർ വന്നിട്ടുണ്ട് ഗൈസ്. രണ്ടും സെറ്റപ്പ് ടീമാണ് ഗൈസ്. അടുത്തേക്ക് പോകണം എനിക്കിപ്പോൾ. മാനേജർ സ്ട്രാപ്പഡ് ആയിട്ടുണ്ട് ഗൈസ്. ഡിവിഷൻ 7ാമത്തെ പൊസിഷനിലാണ് ഗൈസ് ATK മോഹൻബഗാൻ. ഹൈദരാബാദ് 3. ടീം വെച്ച് നോക്കുമ്പോൾ ATK ആണ് കിടിലൻ ടീം. ബട്ട് കട്ടിമാണ്. ATK പോണോ നമ്മള്? ടീം കണ്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് ഓലെ ബെഞ്ച് തന്നെ നോക്ക് ഗൈസ്. ഇത് ഫസ്റ്റ് ടീം പ്ലെയർ നിങ്ങൾ നോക്കണ്ട, അല്ല ബെഞ്ച് നോക്ക് ഗൈസ്. എന്ത് ബെഞ്ചാടോ. ജോണി കോക്ക്, ഹുഗോ മോസ് വേണ്ട ഗൈസ്. തൽക്കാലത്തേക്ക് അടുത്ത നെക്സ്റ്റ് കളി വേഴ്സസ് ഒഡീഷ FC. നമുക്കൊന്ന് ടീമെടുത്ത് നമുക്ക് ഗുർമീത് സിംഗിനെ ഇറക്കാം ഗൈസ്. കുറച്ച് പ്ലേയേഴ്സിന് റെസ്റ്റൊക്കെ കൊടുക്കാം. ഫ്ലാങ്ങിന് ഇറക്കാം ഗോയ്ക്ക് പകരം. അലക്സിക്കൊള്ളാം. ഓക്കെ, നമുക്ക് കളിക്കാം. സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിനിടയ്ക്ക് ഒരു ആഡ് വന്നാണ് ഗൈസ്. ഓക്കെ, സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ഹോം ഗ്രൗണ്ടിനാണെന്ന് തോന്നുന്നു എനിക്ക് ഗൈസ്. യെസ്, നമ്മളെ ഹോം ഗ്രൗണ്ട് എന്നാണ്. ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നിന്ന് ഫസ്റ്റ് തന്നെ നമുക്കൊരു ചാൻസ്. ആരാണത്? ഫൽഗോയ് സിംഗ് ആണ് ഗൈസ്. ഫൽഗോയ് സിംഗ് അഭ്യാസ് ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. എങ്ങനെയല്ലോ ഓയ്
എനിക്ക് ഡിഫിക്കൽട്ട് ദേശം കൂട്ടിയൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നു എനിക്ക്. 100 ഗോൾ എൻ്റെ നോർത്ത് ഈസ്റ്റ് അടിച്ച് ഗൈസ്. വേണ്ട മേലെ സെഞ്ചുറി ഗോൾസ് തന്നെ ഇത് വന്നുണ്ടോ. 100 ഗോളായി ഗൈസ്. നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ഒരാൾ മാത്രമല്ല എല്ലാവരും അടിക്കുന്നു ഗൈസ്. കണക്കിന് അലീബമ്മർ ഇക്കണക്കിന് ഒഗ്ബച്ചിൻ്റെ സെറ്റാവാണ് ഗൈസ്. പക്ഷെ ഒഗ്ബച്ച് ഇപ്പോൾ ഫ്രീ ഏജൻ്റാണ്. റിയൽ ലൈഫിൽ ഇപ്പം ഒഗ്ബച്ച് ഫ്രീ ഏജൻ്റാണ്. ഞാൻ വെച്ച് ഇപ്പോൾ റിയൽ ലൈഫിലെ നോർത്ത് ഈസ്റ്റിലെ വീഡിയോ കളിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ബ്രണ്ടൻ ഫെർണാണ്ടസ് ഷുവർ ഗോളോ ഞാൻ വിചാരിച്ചില്ല ഗൈസ്. വാട്ട് എ സ്വിങ്. ഞാൻ വിചാരിച്ചിട്ടില്ല ഗൈസ് അത് ഗോളാവുന്നു. 4-0 വേഴ്സസ് ഒഡീഷ FC. ഒഡീഷയ്ക്ക് ഒരു ചാൻസ്. ഹമ്മദ് ജാഹു എനിക്ക് ഇവനെ ഇഷ്ടമല്ല ഗൈസ്. കണ്ണിട്ട് കണ്ട കൂടുതലും പ്ലേ മേക്കും കളിയൊക്കെ ആണെങ്കിലും പക്ഷേ എനിക്ക് വേണം കണ്ടിട്ട് കണ്ട അത്രയേ ഉള്ളൂ, പറഞ്ഞില്ല. കൽബിയ ചിലപ്പോൾ ഷുവർ ഗോൾ വേഴ്സസ് ഒഡീഷ FC. നമുക്കിതൊരു 7 ആക്കാൻ പറ്റും. നമുക്ക് 7 ആക്കിയിരിക്കും. നിങ്ങൾ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേ. 7 ആക്കാൻ നോക്കാം. നമുക്കൊരു ഇപ്പം എന്തായാലും ജയിച്ച് നിൽക്കുകയല്ലോ. നമുക്ക് കുറച്ച് ആൾക്കാർ വെക്കാലോ എന്ന് ആലോചിക്കുന്നതാണ്. നിക്സണോ വേണ്ട, ആരും ഇറക്കുന്നില്ല. കുറച്ചും കഴിഞ്ഞിട്ട് നിക്സൺ ആക്കാം. ഓക്കെ, 6 ആക്കാനുള്ളൊരു ചാൻസ്. ഫ്രീ പോസ്റ്റ് ഷുവർ ഗോൾ ഗൈസ്. 7 ആക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യും. എന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. 7 ഇല്ലല്ല, 7 ആക്കാനായിട്ടുണ്ടെങ്കിൽ ഇതാണ് ഷുവർ ഗോൾ എനിക്ക് തോന്നി. രോഹിത് കൃഷ്ണ. ഓക്കെ, 7 ആക്കാൻ. ഇത് ഷുവർ 7 അല്ലേ. കുറച്ച് സ്കിൽഫുള്ളി ഷോട്ട്. 7 സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഞാൻ പറഞ്ഞു. 7 ആക്കാനാണെങ്കിൽ. ഇനി ഒരു 8 ആക്കാനാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തു. എല്ലാം ഒരു ഡൗട്ട് വെച്ചിട്ടോ. തോയ്സിങ് എത്ര ഗോളാണ് കേസ് അടിക്കുന്നത്. മറ്റേ അങ്ങനെ ഇത് ഷുവർ ഗോളാണ് കേസ്. സാമത്തെ നമ്മളിറക്കാതെ ചെക്ക് ലോക സേവ് കേസ്. നമുക്ക് നിക്സൺ ഇറക്കണം. കുറേ കാലമായി കേസ് നിക്സണൊക്കെ ഇറക്കിയിട്ട്. ഫ്രീ ആണ് കേസ്. അവർക്ക് ഇപ്പോൾ ഒരു പാസ് എടുത്ത ഗോളാണ്. അത് ഷുവർ ഗോളാണ്. പക്ഷെ അവൻ പാസ് കൊടുത്തില്ല. ഇമ്പോട്ടെ നീ നമ്മൾ ഗൗരവ അടിച്ച് തപ്പിച്ച് കേസ്. 8 ആക്കാനാവും. ഗോൾ ലൈൻ ക്ലിയറൻസ് ഫ്രം ഹംസ റഗ്റഗുറി. ചില പഠിത്ത സീസണിൽ അലീബം നമ്മളെങ്ങനെയാണ് നോർത്ത് ഈസ്റ്റിൻ്റെ ഇതാണെങ്കിൽ മാനേജറാണെങ്കിൽ അലീബമ്മറെ ഞാൻ കൊടുക്കുന്നതാണ്. കാരണം അലീബമ്മർ നല്ല വയസ്സനായി കൈസ്. ഓക്കെ, 7-1 5 ഗോൾ അടിച്ചു തോയ്സിങ്. 5 ഗോൾ. രോഹിത് കൃഷ്ണ ഒറ്റ അടിച്ചിരിച്ചു. ഓക്കെ, നോർത്ത് ഈസ്റ്റ് 35 കളി 35 പോയിന്റ് കേസ്. 14 കളി 22 കളി മൊത്തത്തിലുണ്ട് കേസ്. 22 ഗോൾസാണ് കേസ് തോയ്സിങ് അടിച്ചു കൂട്ടിയത് കേസ്. പെപ്ര ഒട്ടി കേസ്. വിക്ടർ റോഡ്രിഗസ് ആണ് കേസ്. ഇപ്പോൾ എൻ്റെ മുംബൈ സിറ്റി മാത്രം അടിച്ചിട്ടുള്ള കാര്യമാണ് കേസ് ട്രിബിൾ അടിക്കൽ. ലീഗ് ഷീൽഡും എൻ്റെ മനസ്സ് പോലെ നമുക്ക് ലീഗ് ഷീൽഡും ISL കപ്പ് ഒരുമിച്ച് അടിക്കണം കേസ്. നമുക്ക് മുംബൈ സിറ്റി ഇത് പൊട്ടിക്കണം കേസ്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഇറക്കാം. തൽക്കാലത്തേക്ക് സാമത്തെ കളിക്കട്ടെ കേസ് അവിടെ തന്നെ. എന്താ വെച്ചാൽ ഈ രണ്ടാൾക്ക് അത്ര വലിയ റേറ്റിംഗ് കുറവൊന്നുമില്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഈ കളി സാമത്തെ ഇറക്കാം. അത്ര തന്നെ വേറൊന്നുമില്ല. അമരീന്ദർ സിംഗിൻ്റെ ഫോമർ ക്ലബ് മുംബൈ സിറ്റിനോടാണ് കേസ് നമ്മൾ കളിക്കാൻ പോകുന്നത്. പിന്നെ യെസ് ഗൈസ്, നമുക്ക് കളി കളിക്കാം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് മുംബൈ സിറ്റി. അതുപോലെ ഹോം ഗ്രൗണ്ടിൽ നിന്നാണ് തോന്നുന്നത് ഗൈസ്. ഹോം ഗ്രൗണ്ടിൻ്റെ പേരെന്നുള്ള മറന്നു ഗൈസ്. തോയ്സി 58 റേറ്റിംഗ് ആണ് ഗൈസ്. ഉള്ളൂ തോയ്സ് ഇങ്ങനെ മാറ്റണമെന്നാലും വിചാരിച്ച് കൊണ്ടുപോയി. ഇതാണ് ഗൈസ്, ഞാൻ വെറുതെ ഒരു കളി കളിപ്പിച്ചു ഗൈസ്. ഇതാണ് എല്ലാ യങ്സ്റ്റേഴ്സിനും ഇതുപോലെ ചാൻസ് ഉണ്ട്. നമുക്ക് അറിയാൻ പറ്റുമല്ലോ ടാലൻറ്റ്സ്. ഞാൻ ഇവനെ കൊടുക്കാമെന്നല്ലേ ബെഞ്ചിലിരുത്താം എന്നാൽ നമ്മളെ
ബെഞ്ചിലെടുത്ത ഓക്കെ ഓക്കെ ചാൻസ് ബെഞ്ചിലെടുത്ത ഞാനെങ്കിൽ വിചാരിച്ചാണ് ഗൈസ് മറ്റേ ബൊജാങ്ങിന് സൈൻ ചെയ്തിട്ട് ഓന് യങ്സ്റ്ററാണ് ഇവന് യങ്സ്റ്ററാണ്. പക്ഷെ ബൊജാങ്ങിന് കാണും റേറ്റിംഗ് ഇല്ലെങ്കിലും ഓൻ്റെ എത്രയോ റേറ്റിംഗ് കുറവാണ് ഗൈസ്. ചോയ്സിങ്ങിന് ഓൻ്റെ 2-3 റേറ്റിംഗ് കുറവാണ് ഗൈസ്. ബൊജാങ്ങിനോ ഗൈസ് 18 വയസ്സിലൊക്കെ ചോയ്സിങ്. പക്ഷേ ഏതാ പൊട്ടൻഷ്യൽ ഗൈസ്, ഷോട്ട്സ് എല്ലാം സ്പീഡ്സ് എല്ലാത്തിലും ചോയ്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ചോയ്സിങ് ഓക്കെ മുംബൈക്ക് ഒരു ഓപ്പൺ ചാൻസ് ആണ് ഗൈസ്. വളരെ ഇൻട്രസ്റ്റിംഗ്. ഒരു വിഷമം ഉണ്ടാകും ഗൈസ്, ഫോമർ ക്ലബല്ലേ. രാഹുൽക്ക് ഓന് വേണമെങ്കിൽ ക്രോസ് ചെയ്തത് ഷുവർ ഗോളാണ് ഗൈസ്. ക്രോസ് ചെയ്തില്ല രാഹുൽ പെക്ക്. ഓക്കെ നമ്മളെ ഷെഫീർ ലോങ് റേഞ്ച്. ഓ ബാക്കോട്ട് കൊടുക്കടാ. ഇത് ഭയങ്കര ലാഗുണ്ട് ഗൈസ്. ഷെറീഫ് ആണോ നല്ല കിടിലം വലുതാകുമ്പോൾ കിടിലം പ്ലെയറാണ് ചങ്ങായാണ് സിദ്ദിഖി ഷെറീഫ്. ചിലപ്പോൾ വാട്ട് ഈസ് സീ ഫ്രം ഔട്ട് പറയാൻ മറന്ന് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മളഥവാ അടുത്തൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ഏതൊക്കെ നല്ലൊരു ക്ലബ്ബ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പെരേലദേശ് നല്ലൊരു ക്ലബ്ബ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഷെറീഫിന് അവർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്കറിയാം എൻ്റെ പൊട്ടൻഷ്യൽ. ചിലപ്പോൾ അവിടെ നിന്ന് അവനെ സൈൻ ചെയ്ത് അത്രയും നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ഇത്ര പൈസ കൊടുത്തിട്ട് ഞാൻ സൈൻ ചെയ്താൽ നേരത്തെ ചെന്നൈയിൽ നിന്നൊരു ഓഫർ വന്നിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ കാണിക്കാൻ മറന്ന ഗൈസ്. നമ്മളെത്ര 300 ഷെറീഫിന് സൈൻ ചെയ്ത് അതിന് ഒരു 820K കൊടുക്കായിട്ടാണ് ഗൈസ്. ഇത് പൊട്ടാനുള്ള ചാൻസ് ആയിരുന്നു ഗൈസ്. ഗോളീൻ്റെ കൈക്ക് തന്നെ അടിച്ചെടുത്ത് ഗൈസ്. അപ്പോൾ നമ്മൾ തോയ്സിങ് 2 ഗോൾ അടിച്ചു. യെസ് ഓക്കെ 38 പോയിൻറ്റ്സ് ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ തമ്മിൽ അത്ര പോയിൻറ്റ്സ് ഡിഫറൻസ് ഇല്ലെങ്കിലും ഇതൊക്കെ 2 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് ഗൈസ്. ഒരു തോൽവി വന്നിട്ട് നമ്മൾ താഴത്തേക്ക് പോകും ഗൈസ്. ഈസ്റ്റ് ബംഗാളിൻ്റെ അവിടെയാണ് ഗൈസ്. നമുക്ക് സ്കിപ്പ് ചെയ്ത് നോക്കാം ജയിക്കൂ. തോയ്സിങ് വിഷ്ണു PV നെസ്റ്റർ അൽബിയസ് കാത്ത് ഗൈസ്. അലക്സ് സജിയാണ് ഗൈസ് മാൻ ഓഫ് ദ മാച്ച്. ഓക്കെ 41 പോയിൻറ്റ് 2 പോയിൻറ്റ് വ്യത്യാസം മാത്രം ഗൈസ് കാണാൻ പറ്റി. ഓക്കെ നെക്സ്റ്റ് കളി വേഴ്സസ് ജംഷഡ്പൂർ. ചില കളിയാണ് ഗൈസ് അവസാനത്തെ കളി. നമ്മളെ എപ്പിസോഡ് ഓഫ് ദ മാച്ച് എനിക്ക് തോന്നുന്നത് എപ്പിസോഡ് ഓഫ് ദ മാച്ച്. കഴിഞ്ഞ എപ്പിസോഡ് ഓഫ് ദ മാച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷഫ്സാൻ, ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ എപ്പിസോഡ് ഓഫ് ദ മാച്ച് തോയ്സിങ് ആണ് ഗൈസ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ഓഫ് ദ മാച്ച് സിദ്ദിഖി ഷെറീഫ് സാംതയുടെ പാസ് സിദ്ദിഖി ഷെറീഫ്. ഓൻ്റെ സ്പീഡ് നോക്കി ഗൈസ്. ലോങ് റേഞ്ച് ഇത് ഗോൾ. ഇതെങ്ങനെ ഗോളാണ്? നോ ഗോൾ ചാൻസ് ആണ് ഗൈസ്. ഒരു ചാൻസ് പോലും ഇല്ലേ. ഞാൻ സത്യം പറഞ്ഞ പാസ് കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് ഗൈസ്. വരിയാണ്ട് വരഞ്ഞു പോയതാ. ഓനാടെ ഉള്ളിലേക്ക് കയറാൻ ഉദ്ദേശിച്ചാണ് ഗൈസ്. നമുക്ക് ചെറുഫിനെ കൊണ്ട് ഒരു ആട്ടൊക്കെ എത്തിച്ചാലോ. മോനെ ചെറുഫേ ഇവനെന്താ അവിടെ നിൽക്കുന്നത്? ചെറുഫല്ലേ ഇത്? അത് നോക്കണ്ട ഗൈസ്. സാരേ അപ്പോൾ 2 കിടിലൻ ലോങ് റേഞ്ചസാണ് ചെറുഫ് അടിച്ചിരിക്കുന്നത്. ചെറുഫ് വാട്ട് എല്ലാം ലോങ് റേഞ്ചാണ്. എല്ലാം ലോങ് റേഞ്ചാണ്. എൻ്റെ ജെറമി മൻസൂറു അടിച്ചു കേസ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചെറിഫ് ഗ്രേറ്റ് ഡ്രിബ്ലിംഗ് ഫ്രം ചെറിഫ്. ഉള്ളിലേക്ക് കയറുന്നു. ചെക്കൻ്റെ ഡ്രിബിളിങ് അത്ര പോരാ. ഡ്രിബിളിങ് പോരാന്നല്ല, അവന് അത്യാവശ്യം ഉണ്ട്.
ലോങ് റേഞ്ച് അടിപൊളിയാണ്. ഹാട്രിക് അടിച്ചു. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഇവിടെ മാച്ച് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പാണ്. ഓക്കെ, നമ്മളിപ്പോൾ പോയിന്റ് ടേബിൾ 4 പോയിൻറ്റ്സിന് വ്യത്യാസത്തായിട്ട് നമ്മളാണ് ഫസ്റ്റ്. ഓക്കെ, ഹൈദരാബാദ് തേർഡ് ഉണ്ട്. ടി.കെ. മോഹൻ ബഗാൻ 6th ഉണ്ട്. ഓക്കെ, തോയ് സിംഗാണ് എപ്പോഴും നമ്മുടെ ടോപ്പ് സ്കോറർ. 25 ഗോളുമായിട്ട് തിമിത്രോസ് തൊട്ട് താരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെസ്റ്റർ ആൽബാച്ച് 9 അസിസ്റ്റുമായി തേർഡ് ഉണ്ട്. കോമി പേപ്പറ 10, വിക്ടർ റോഡ്രിഗസ് 16. ഗൈസ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വേണ്ടിയാണ്. ശരി, ബൈ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുമ്പോൾ മറന്നു, ശരിക്ക് ചെറിയ 61 റേറ്റിംഗായി, ബൊജാങ് 62ആയി, പാത്തിക് ഗോ 89ആയി. വേറെ വലിയ ഇതൊന്നുമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ.